Welcome to the new session. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേ. ടൈമർ സ്റ്റാർട്ട് ചെയ്തില്ല. ഫോക്കസ് 15 മിനിറ്റാണ് നമ്മളുടെ സെഷൻ ടൈമിങ്. റേഞ്ച് ഇല്ലേ? റേഞ്ച് പ്രശ്നമുണ്ടെന്നാണ്. ഫോക്കസ് ആയിട്ടിരിക്കാൻ നോക്കുക ഈ 15 മിനിറ്റും. ഇത് വിചാരിച്ചിരുന്നു മേലോട്ട് പോകുന്നു. ഓക്കെ, പോട്ടെ. നോക്കിക്കോട്ടെ, അടുത്ത് നോക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോക്കസുള്ള വ്യക്തികളിലാണ് എലോൺ മസ്ക്. പുള്ളി അത്രയും ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, അതായത് ഓരോ സെക്കൻഡിലും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇപ്പോൾ ഒരു ട്രില്യണയർ ആവാൻ പറ്റിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ളൊരു വ്യക്തി. അപ്പോൾ ഈ ഫോക്കസായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ മൈൻഡ് ഇങ്ങനെ പല സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇങ്ങനെയാണോ? ഇത് കറക്റ്റായിട്ട് വരക്കാൻ കഴിയുന്നില്ല. ഏകദേശം ഇങ്ങനെയാണോ? അത് ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് ലൈൻ. ഒരു സപ്പോർട്ടുണ്ട് ഇവിടെ. ഇതിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അപ്പ് ട്രെൻഡല്ല, ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫേക്ക് ക്യാൻഡിലാവാം, വേണമെങ്കിൽ പറയാം. ഞാനൊരു ചാൻസ് എടുത്തതാണ്. എന്നുവെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഡൗൺ ട്രെൻഡാണ് കാണുന്നതല്ലോ. ജസ്റ്റ് ഒരു ചാൻസ് എടുത്ത് നോക്കിയതാണ്. ഒരു സെല്ലടിച്ച്. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇത് ഇൻ കേസ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പെയറിലോട്ട് മൂവ് ആവുക. വീണ്ടും ഇവിടെ എൻട്രീസ് എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ടൈമിംഗ് ഇവിടെ കാണാം. നമ്മളുടെ അതെ 30 സെക്കൻഡ് കഴിയും. 1 മിനിറ്റിൻ്റെ എക്സ്പയറി ട്രേഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ ഇപ്പോൾ ഏകദേശം 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡോളം നമ്മളുടെ ഡിസിഷൻ കറക്റ്റാണ്. 15 സെക്കൻഡിന് ഉണ്ട്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റായി. നമ്മുടെ അനാലിസിസ് ഭയങ്കര അനാലിസിസ് അല്ല, ചെറിയ അനാലിസിസ് ഉള്ളത്. പക്ഷേ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറിപ്പോകാനുള്ള ചാൻസ് കുറവാണത്. താഴേക്ക് തന്നെ വരാനുള്ള ചാൻസ്. ഇനിയിപ്പോൾ അടുത്തേക്കാനിൽ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നോക്കാം, അടുത്ത പേരിലോട്ട് നമുക്ക് പോവാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് നേരത്തെ വരച്ചിട്ട് കാണാം. ബ്രേക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടേക്കാം. ലോ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിൽ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ പെയർ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് നമുക്ക് മൊബൈലിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. മൊബൈലിലാണെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുക പെയർ. ഇതിപ്പോൾ സെക്കൻഡ് റീടച്ചാണ്. സെക്കൻഡ് റീടച്ചിലൊരു റീട്രേസ്, അത് മേളിലോട്ട് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ലോങ് ടൈമിൽ കുറച്ച് നോക്കി കഴിയുമ്പോൾ അത് ഡൗൺ ട്രെൻഡാണ്. ഇവിടെ ബൈ ചെയ്യുന്ന ഇത്തിരി റിസ്ക്കാണ്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ചെയ്താൽ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് മേളിലോട്ട് വരട്ടെ. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ആക്ച്വലി. ഇതിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തായിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ്
ഇത് കുറേ നേരമായിട്ട് അപ് ട്രെൻഡാണ്, അപ്പോൾ സെല്ല് ചെയ്യുന്നത് റിസ്ക്കാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്ഥലത്തുനിന്നൊരു 2 ഗ്രീൻ ക്യാൻഡിൽ വന്നിരുന്നു. ഇതിപ്പോൾ കുറച്ച് നേരം ഡൗൺ ട്രെൻഡ് ആണല്ലോ, അതുകൊണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പെർസെൻറ്റേജ് കുറഞ്ഞു കണ്ടോ, 78%. പെയർ മാറ്റുക, നമ്മൾ ഒരു 90 അബവ് ഉള്ള പെർസെൻറ്റേജ് ഉള്ള പെയറിൽ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. ഇത് സ്ലോ ഭയങ്കര. ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നില്ല. ഇത് റെസിസ്റ്റൻസിലോട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടിലെത്തിയ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, മൂവിങ് ആവറേജ് ലൈൻ കണ്ടോ, നമ്മളൊരു 50 ഡേ മൂവിങ് ആവറേജ് ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മൂവിങ് ആവറേജ് ലൈനിൽ നിന്ന് ഒരുപാട് ദൂരത്തിലാണെങ്കിൽ ആ ക്യാൻഡിൽസ് തിരിച്ച് മൂവിങ് ആവറേജിലോട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ മൂവിങ് ആവറേജ് ലൈൻ്റെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ അത് ദൂരേക്ക് പോകും ചിലപ്പോൾ. മേ ബി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം. സിസ്റ്റം സ്ലോ ആണ്, എന്താ ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു റിസ്ക്കിയാണ് അവിടെ സെല് ചെയ്യുന്നത് റെസിസ്റ്റൻസിൽ. ലീവ് ഇറ്റ്. ഞാൻ വൈഫൈ ഒന്ന് കണക്ട് ചെയ്തു. സിസ്റ്റം സ്ലോ ആട്ടോ, വേറെ പ്രശ്നമുണ്ട്. ലൈനും കൂടി നമുക്കിടാം. ലൈൻ ഇടണമെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വിക്ക് കണ്ട, വിക്ക് ഉള്ളതുകൊണ്ട് വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മേലോട്ട് പോയിട്ട് തിരിച്ച് താഴേക്ക് വരും മേ ബി. പക്ഷെ എനിക്ക് ബൈ ചെയ്യാനൊരു മടി. ഞാൻ ചെയ്യും, ഭയങ്കര ഒരു സ്ട്രേഞ്ച് പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ല് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൊരു ഓപ്ഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ഇവിടെ ബൈ ചെയ്യുന്നതിലും നല്ലത് സെല്ലിങ് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യുക എന്നുള്ളത്. നല്ലോട്ട് പോകും. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ക്യാൻഡിൽസ്. സെല്ല് ചെയ്തു. ഇത് 50-50 ആട്ടോ, അത് ഉറപ്പൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന വിവിധ തരം വികാരങ്ങളാണ് അല്ലേ ഇമോഷൻസ്. ദേഷ്യം, വിഷമം, സന്തോഷം, ഇതെല്ലാം വരും. അത് ആക്ച്വലി നമ്മളല്ല, നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ട്രേഡ് ഇങ്ങനെ ലോസിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ റിവഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മളല്ല, നമ്മളൊരു സർവൈവൽ ഇൻസ്റ്റിൻറ്റ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വികാരമാണ്. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂൾസ് വേണം. ആ റൂൾസ് ഫോളോ ചെയ്താലേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ലക്കിലി പ്രോഫിറ്റായി ലാസ്റ്റ് നിമിഷം. അല്ല മോനെ, പിന്നെയും മുകളിലോട്ട് പോകണം. കൊള്ളാലോ.
ലാസ്റ്റ് സെക്കൻഡിലാട്ടോ പ്രോഫിറ്റ് കിട്ടിയത്. പക്ഷെ ഇവിടെ എനിക്കൊരു സെല്ലിങ് മണക്കുന്നുണ്ടല്ലോ. കുറച്ചും കൂടി അവിടെ മേലോട്ട് വെച്ചെങ്കിൽ ഞാൻ സെല്ല് എടുക്കാൻ കേട്ടോ. അത് ഈ റെസിസ്റ്റൻസ് അല്ലേ ഇവിടെ. പക്ഷെ ഓൾറെഡി നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ സെല്ല് എടുക്കാവുന്നതായിരുന്നു. പക്ഷേ സ്ഥലത്തേക്ക് എത്തിയില്ല. ഓഹ്, ജസ്റ്റ് മിസ് വച്ചാ. ഓക്കെ, ഈ മിസ്സാവണമെന്ന് പറയുന്നത് ഫോമോയാണ്, ശ്രദ്ധിക്കണം. മിസ്സിങ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ട് ഫോമോയായിട്ട് കൺവേർട്ട് ആവും. ഇവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ ബയ്യൻ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. നോ ഓപ്പർച്യൂണിറ്റി. ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. നെക്ലറ്റ് ഇതിന് ഇനി ഇവിടെ റെസിസ്റ്റൻസിൽ വന്നാൽ ഞാനത് ഫില്ല് ചെയ്യില്ല. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകാം. ഇതിൽ കറക്റ്റായിട്ടൊരു അനാലിസിസ് നടത്താൻ പറ്റുന്നില്ല. ക്യാൻഡിൽസ് ഭയങ്കര ഫ്ലക്ച്വേഷൻ. വേറെ താഴേക്ക് നോക്കാം, വേറെ പെയറുണ്ടാകും. ഫോണിലായതുകൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം പെയർസ്. നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല. ഇനിയൊരു 2 മിനിറ്റും കൂടി ഉള്ളൂ. അതായത് 15 മിനിറ്റാണ് നമ്മുടെ സെഷൻ, 2 മിനിറ്റ് കൂടി ലെഫ്റ്റ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോവാ? ലാസ്റ്റ് നിമിഷത്തിൽ റിസ്ക് എടുക്കണം. ഇത് തന്നെ നോക്കാം, എടുക്കണ്ട. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലും കൂടി ഗ്രീൻ വന്നേക്കാം. ഓക്കെ, ബ്രേക്ക് ചെയ്തു. ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു ക്യാൻഡിലും കൂടി ഗ്രീൻ വന്നേക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ട്രേഡ് എടുക്കുന്നില്ല, ജസ്റ്റ് അനാലിസിസ് നടത്തുന്നു. ഒരു ക്യാൻഡിലൂടെ ഗ്രീൻ ക്യാൻഡിൽ വരാം. ഓക്കെ, ആ ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ അതിന് ശേഷം ചിലപ്പോൾ റെഡ് വരാം. ആ റെഡിൽ, അത് ഈ ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് വേണമെങ്കിൽ ഒരു സെല്ലടിക്കാം. അങ്ങനെ വേണമെങ്കിൽ റിസ്ക് എടുക്കാം. പക്ഷേ ഇത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇത് റെഡ് ക്യാൻഡിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല, അവോയ്ഡ് ചെയ്യും. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ മേ ബി ഒരു ട്രേഡ് എടുക്കാം ആ ക്യാൻഡിലിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട്. ഓക്കെ, ഞാൻ എടുത്തു. എന്നുവെച്ചാൽ ഡബിൾ മൈനിൽ ഞാനത് എടുത്തത് എന്ന് വെച്ചാൽ ടൈം കഴിഞ്ഞിരുന്നു, നമ്മളുടെ ടൈമിങ് കഴിഞ്ഞിരുന്നു. പക്ഷെ എന്നാലൊരു ട്രേഡ് നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമല്ലേ, ഒന്ന്
അനാലിസിസ് നടത്തിയതുമാണ്. അപ്പോൾ അത് ഇതിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്താണ്. നോക്കാം എൻ്റെ ഇമോഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഓവർ ട്രേഡ് ചെയ്യാനുള്ളൊരു ചിന്ത വന്നേക്കാം മനസ്സിൽ. അതൊന്ന് ഒരെണ്ണം ലോസ് ആയാലോ, ഒരെണ്ണം കൂടി എടുത്തേക്കാന്നുള്ള. ഈ ട്രേഡിൻ്റെ ലാസ്റ്റ് നിമിഷം ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റിവഞ്ച് ആക്റ്റീവ് ആയേക്കാം, വീണ്ടും ട്രേഡ് എടുക്കാനുള്ള. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രോഫിറ്റ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു സാധനം വന്നേക്കാം. ഒരു 3 ട്രേഡ് ഇടുന്നുണ്ട്. ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ ഈ ഭാഗത്തേക്ക് വരും. പക്ഷെ ഭയങ്കര ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട് കേട്ടോ. റിസ്കി പെയറാണത്. നമ്മൾ പറഞ്ഞ ലൈൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വരെ വരേണ്ടതാണ്. വന്നാൽ നമുക്കിത് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ പ്രോഫിറ്റായി. നമ്മളുടെ ലോസ് ഇതിൽ വന്നത് കവർ ചെയ്തു. നമ്മളുടെ അനാലിസിസ് ഏകദേശമൊക്കെ കറക്റ്റായിരുന്നു. അതായത് താഴേക്ക് വരുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഫേക്ക് ക്യാൻഡിൽ വന്നു. അതിന് ശേഷം നമ്മൾ മാർട്ടിങ്ങിലെടുത്തത് നമുക്കത് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ പിന്നെ ലിമിറ്റഡ് ട്രേഡ്സ് ആയിരുന്നു. 3 ട്രേഡാണ് എക്സ്ട്രാ എടുത്തത്. നമ്മളുടെ റൂള് പ്രകാരം 1 2 3 4 മാക്സിമം 4 ട്രേഡ്സാണ് അറ്റ് എ ടൈം എടുക്കാവുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും നമ്മളുടെ ടൈമിംഗ് കഴിഞ്ഞിരുന്നു. അതായത് 15 മിനിറ്റാണുള്ള ഒരു സെഷൻ. അപ്പോൾ ആ റൂള് നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു ഓൾറെഡി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അതെപ്പോഴും അങ്ങനെ വൺ സൈഡായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം പോകില്ല. ഗ്രാഫ് എപ്പോഴും മേലോട്ട് പോയാൽ താഴേക്കും വരും. അപ്പോൾ ആ ഒരു പൊസിഷനാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെ വെച്ചായിരിക്കും, ഏത് സമയത്തായിരിക്കും താഴേക്ക് വരുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല അനാലിസിസ് നമ്മൾ നടത്തി, കുറച്ച് ട്രേഡുകൾ എടുത്തു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ട്രേഡ് അനാലിസിസ് നടത്തി എടുക്കാനേ പറ്റുള്ളൂ, ട്രേഡിൽ എൻട്രി ചെയ്യാനേ പറ്റുള്ളൂ. റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഒരു പെയറിൽ ഒരു ലോസ് വന്നു, നമ്മുടെ അനാലിസിസ് തെറ്റിപ്പോയി. നമുക്ക് ആ പെയറിൽ വീണ്ടും ഒരു പ്രാവശ്യം എൻട്രി ചെയ്യാം. അതും ലോസ് വന്നു കഴിഞ്ഞാൽ ആ പെയറിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അടുത്ത പെയറിലോട്ട് പോകാം, അല്ലെങ്കിൽ റിവഞ്ച് ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും റിവഞ്ച് ആക്റ്റീവ് ആവാം, റിവഞ്ച് ട്രിഗർ ആവാം. അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ട്രിഗർ ആവുമെന്ന് തോന്നുമ്പോൾ തോന്നാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഈ റൂൾസ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇൻ കേസ് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ആ സെഷൻ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ അപ്പോൾ കയ്യിലുള്ള ബാക്കി എമൗണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക. മാസ്റ്റർ യുവർ ഇമോഷൻ. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ട്രൈ ചെയ്ത് നമുക്കൊരു ദിവസം അത് പെട്ടെന്നായിരിക്കും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ചേഞ്ച് ആവുന്നത്. എല്ലാം ഒരു ദിവസം സെറ്റാവും. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം.